എമ്പുരാനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഉടനെ തന്നെ തീരും. സിനിമ വീണ്ടും സെൻസർ ചെയ്യും. ശൂലത്തിൽ തീരുന്ന ഗർഭിണിയുടെ സീനടക്കം ഒഴിവാക്കും. ഇന്ന് തന്നെ സെൻസർ നടക്കുമെന്നാണ് സൂചന. വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനം. സംവിധായകൻ പൃഥ്വിരാജും ഇതിന് വഴങ്ങിയിട്ടുണ്ട്. മോഹൻലാലിന്റെ കടുത്ത നിലപാടുകളും ഇതിന് കാരണമായി മാറി. പ്രിവ്യൂ ഷോ പോലും മോഹൻലാൽ കണ്ടിരുന്നില്ല. മുമ്പത്തെ സ്ക്രിപ്റ്റിൽ ചില എഡിറ്റിംഗും സംഭവിച്ചു. ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം സംഘപരിവാർ കോണുകളിൽ നിന്നും ഉയർന്നു. BJPയെ അപമാനിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് ആക്ഷേപം. ഇത് മോഹൻലാലിനും അലോസരപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നത്. കേരളത്തിന് പുറത്ത് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. 225 കോടിയോളമായിരുന്നു എമ്പുരാന്റെ ചെലവ്. മലയാളത്തിൽ നിന്നും 100 കോടി മാത്രമേ പരമാവധി നിർമ്മാതാവിന് കിട്ടൂ. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലടക്കം സിനിമ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് സെൻസർ വീണ്ടും ചെയ്യുന്നത്. ആകെ 2 കട്ട് മാത്രം നടത്തി അനുമതി നൽകിയ എമ്പുരാന്റെ മേൽ ഇനിയും കത്തി വീഴുമെന്ന് ഉറപ്പാണ്. ഇനി സിനിമാ പ്രേമികൾ കാണുക സെൻസർ ചെയ്ത പുതിയ വേർഷനാകും. മോഹൻലാൽ ചിത്രം എമ്പുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരുന്നു. ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന ബിനീഷ് കോടിയേരുടേതായി വന്ന അഭിപ്രായ പ്രകടനമാണ് സിനിമയെ രാഷ്ട്രീയ ചർച്ചയാക്കിയത്. 2002 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു. ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നത് എന്നും സമൂഹ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകൾ പറയുന്നു. എന്നാൽ ഇതിന് പിന്നാലെ വ്യാപക ബഹിഷ്കരണ ആഹ്വാനവുമായി പരിവാറുകാരും രംഗത്തെത്തി. നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട്. ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ്, BJP പ്രവർത്തക ലിസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു. RSSന്റെ ദേശീയ നേതാവ് J നന്ദകുമാറും സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു. ഒന്നും മോഹൻലാൽ അറിഞ്ഞില്ലെന്ന് മുതിർന്ന RSS പ്രചാരകൻ S ജയകുമാറിന്റെ വിശദീകരണവും പിന്നാലെ എത്തി. അതേസമയം എമ്പുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി. സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കോർ കമ്മിറ്റിയിൽ ഉയർന്നു. സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന BJP അംഗങ്ങളുടെ കാലാവധി നവംബറിൽ അവസാനിച്ചതായും BJPയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ല എന്നും K സുരേന്ദ്രൻ വിശദീകരിച്ചു. ഈ വീഴ്ചയ്ക്കെതിരെ സംഘടനാതല നടപടി ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു. പൃഥ്വിരാജ് മോഹൻലാൽ ടീമിനും എമ്പുരാൻ സിനിമയ്ക്കും ആശംസ നേർന്നതിനോടൊപ്പം വൈകാതെ താൻ സിനിമ കാണുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു. ഇതിനുശേഷമാണ് സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം ഉയർന്നത്. മോഹൻലാൽ തന്റെ നല്ല സുഹൃത്താണ് എന്നും അതിനാലാണ് വിജയ ആശംസ നേർന്നത് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന വിശദീകരണം. സിനിമയുടെ ഉള്ളടക്കത്തെയല്ല താൻ പിന്തുണച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.